അപ്പോൾ ഹലോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അടുത്ത ടോപ്പിക്ക് നമ്മളിപ്പം ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷനാണ്. അതായത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇൻട്രൂഷനും ഇൻട്രൂഡേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്നുള്ള കൺസെപ്റ്റ്, അതായത് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യുക, എങ്ങനെ കണ്ടുപിടിക്കാം, വരുന്നത് ഇൻട്രൂഡർ ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെയാണ് ഡിറ്റക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്തൊക്കെയാണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നടത്തിയതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ, ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 3 മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ ആവശ്യമാണ് നമ്മൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നടത്തുന്നത് കൊണ്ടുള്ളത്. ഒന്ന്, നമുക്കിപ്പോൾ ഒരു ഇൻട്രൂഡർ നമ്മുടെ സിസ്റ്റത്തിൽ കയറിയെന്ന് വിചാരിക്കുക. എത്രയും പെട്ടെന്ന് ആ ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഗുണങ്ങളുണ്ട്. അത് ഒന്ന്, അധികം ഡേറ്റാസ് ഡാമേജ് ആയി പോകാതോ, അല്ലെങ്കിൽ അധികം ഡേറ്റാസ് ലീക്കായി പോകാതോ, അല്ലെങ്കിൽ ഡേറ്റാസ് കറപ്റ്റ് ആയി പോകാതോ ഇരിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്താൽ അത്രയും പെട്ടെന്ന് ഇൻട്രൂഡറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്നാണോ ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും കുറവ് ഡാമേജ് ഉണ്ടാവുള്ളൂ, നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു ഗുണം, പെട്ടെന്ന് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നടത്തിയാലുള്ളത്. രണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അവിടെ ഇൻ പ്ലേസ് ആണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നറിയാമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രൂഷനെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ ഒരു ബാങ്കുകളിൽ എന്തുകൊണ്ടാണ് അധികം റോബറി നടക്കാത്ത, അല്ലെങ്കിൽ ഒരു പരിധിക്കുള്ള റോബറി നടക്കാത്തോ കാര്യങ്ങളോ, അവിടെ അതനുസരിച്ചുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു നല്ലൊരു സെക്യൂരിറ്റി മെഷർ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ പേര് ട്രൈ ചെയ്യത്തില്ലേ? അവിടെ പോവുകയാണെങ്കിൽ വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലെന്നാണ് പൊതുവെയുള്ള ധാരണയെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് മോഷ്ടിക്കാൻ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തില്ലേ? അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആൾക്കാർക്ക് ഇൻട്രൂഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കുറയും, അല്ലെങ്കിൽ ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ ഒരു പരിധി വരെ ഇൻട്രൂഷനെ തടയാനും എന്ത് സഹായിക്കും? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സഹായിക്കും. ഇനി അതും കൂടാതെ ഇപ്പോൾ ഇൻട്രൂഷൻ ഒരാൾ നടത്തി, ഇൻട്രൂഡർ കയറി അത് കാര്യങ്ങൾ ചെയ്തെങ്കിൽ ആ നമ്മുടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഡിറ്റക്ട് മാത്രമല്ല പല രീതിയിലും ചെയ്യുക. ഇതിനെ പറ്റിയുള്ള ഇൻട്രൂഡേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അത് ഏത് ടൈപ്പ് ഓഫ് ഇൻട്രൂഡർ ആണ്, അയാൾ എങ്ങനെയാണ് ഇൻട്രൂഡ് ചെയ്തത്, ഏത് വഴി കൂടെയാണ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞ് കയറിയത്, അയാൾ എന്താണ് ചെയ്തത്, അയാളെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ലോഗുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, നല്ലൊരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിനെ കൊണ്ട് പറ്റും. അപ്പം അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? നല്ലൊരു ഇൻട്രൂഷൻ പ്രിവെൻഷൻ മെക്കാനിസത്തിന് വേണ്ടിയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ നല്ലൊരു ഇൻട്രൂഷൻ പ്രിവെൻഷൻ മെക്കാനിസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നിങ്ങൾ വിചാരിക്കാം, ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കള്ളൻ കയറി, അപ്പോൾ ആ കള്ളം കയറിയത് ഇതുവഴിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. അതിപ്പോൾ ഒരു ഡോറിന് നല്ല ലോക്ക് ശരിയല്ല, അല്ല നിങ്ങളുടെ ഒരു ജനൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്, ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് എങ്ങനെയാണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്ത് നിങ്ങളുടെ പ്രിവെൻഷൻ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നന്നാക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ്. ഒന്ന്, എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും കുറവ് ഡാമേജ് ഉണ്ടാവുള്ളൂ. 2, നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ആ ഉള്ള സിസ്റ്റം, നല്ലൊരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഉള്ള ഒരു മെഷീനിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ആൾക്കാർ കയറാനും മടിക്കും. 3, അങ്ങനെ വരുന്ന ആൾക്കാരെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം? പ്രിവെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ മെയിൻ 3 നമ്മുടെ ഗുണങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതിന്റെ ഗുണങ്ങൾ. അപ്പൊ അതിൽ അത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി എങ്ങനെയാണ് ഒരു ഇൻട്രൂഡേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇൻട്രൂഡർ ആണോ വരുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫ് നോക്കാം. അതായത് നമുക്ക് ഇത് 2 കേർവാണ്, ബെൽ ഷേപ്ഡ് കേർവ് നമ്മൾ പറയും. അപ്പൊ അത് ഈ 2 കേർവ്, ഒന്ന് ഈ പോണ കേർവ്, വരയ്ക്കും, ഒന്ന് ഈ പോണ കേർവ്, 2 ഈ പോകുന്ന കേർവ്. ഈ 2 കേർവ് എന്താണ് കാണിക്കുന്നത്? 2 യൂസേഴ്സ്, അതായത് ഒരാളൊരു ഓതറൈസ്ഡ് യൂസറും ഒരാളൊരു ഇൻട്രൂഡറിന്റെയും ബിഹേവിയറിനെയാണ് ഈ കേർവായിട്ട് കാണിച്ചേക്കുന്നത് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ ആണെങ്കിൽ യൂഷ്വലി ഉള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുടെ ബിഹേവിയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കർവ്. ഇതുപോലാണ് ഒരു ഓതറൈസ്ഡ് യൂസർ ഇരിക്കേണ്ടത്, അയാളുടെ ബിഹേവിയർ അങ്ങനെയാണ്. പക്ഷേ ഒരു ഇൻട്രൂഡറിന്റെ ബിഹേവിയർ ഒരിക്കലും എന്തുപോലെ ആയിരിക്കത്തില്ല, നമ്മുടെ ഓതറൈസ്ഡ് യൂസറിന്റെ ബിഹേവിയർ പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് അയാളുടെ കർവ് ഇച്ചിരി മാറ്റിയാണ് നമ്മൾ വരച്ചേക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരു ഓവർലാപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻട്രൂഡറിന്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിഹേവിയറും അതുപോലെ തന്നെ നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറും ഒരുപോലല്ലെന്ന് പറഞ്ഞതിന്റെ മീനിങ് ഒരു തരത്തിലും ഒരുപോലല്ലെന്നല്ല, അവർ തമ്മിൽ സിമിലാരിറ്റീസും കാണാം. അതുകൊണ്ടാണ് നമ്മളൊരു ഓവർലാപ്ഡ് കണ്ടീഷൻ നമ്മൾ വരച്ചു വെച്ചേക്കുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് ബിഹേവിയർ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതാണ് ഇൻട്രൂഡർ, ഇതാണ് നമ്മുടെ ഓതറൈസ്ഡ്. അപ്പോൾ നമുക്ക് എന്തോ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത്? ഈ വരുന്ന ഒരാളുടെ ബിഹേവിയറിൽ നിന്ന് നോക്കിയിട്ട് അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബിഹേവിയർ ആണോ അതോ ഇൻട്രൂഡർ ആയിട്ടുള്ള ആളുടെ ബിഹേവിയർ ആണോ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, വന്നത് ഇൻട്രൂഡർ ആണോ അതോ വന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ബിഹേവിയറിന്റെ ഗ്രാഫ് വരച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓവർലാപ്പ് വരുമ്പോഴുള്ള പ്രശ്നം എന്തുവാണ്? അവിടെ വരുന്ന ആൾക്കാർ ഒന്നുകിൽ ഇൻട്രൂഡർ ആവാം അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആവും. രണ്ടുപേരും ആവാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ രണ്ടുപേരും ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രശ്നങ്ങൾ വരും. ഫോൾസ് പോസിറ്റീവ്സും ഫോൾസ് നെഗറ്റീവ്സും വരാം. മനസ്സിലാവുന്നുണ്ടോ? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് ഫോൾസ് പോസിറ്റീവ്സും ഫോൾസ് നെഗറ്റീവ്സും വരാം. ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് വന്നേക്കുന്നത്, പക്ഷെ അത് പോസിറ്റീവ് അല്ല. ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ ശരിക്കും അത് നെഗറ്റീവ് അല്ല. സപ്പോസ് ഒരു ഇൻട്രൂഡർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തു, പോസിറ്റീവായിട്ട് അയാൾ ഇൻട്രൂഡർ ആക്കി, പക്ഷെ അയാൾ ഇൻട്രൂഡർ അല്ല. ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഏരിയയിലാണ് അവിടെ വന്ന ഒരാളെ നമ്മൾ ഇൻട്രൂഡർ എന്ന് പറഞ്ഞാണ് ഐഡന്റിഫൈ ചെയ്തത്, പക്ഷെ അയാൾ എന്തോ അല്ല, ഇൻട്രൂഡർ അല്ല, ശരിക്കും ആരാ? ഓതറൈസ്ഡ് യൂസറാ. അപ്പൊ അത് ഫോൾസ് പോസിറ്റീവാ. ഇനി ഫോൾസ് നെഗറ്റീവ് എന്തുവാണ്? ഈ ഏരിയയിൽ തന്നെ വന്നൊരാളെ നമ്മൾ എന്തുവാന്ന് പറഞ്ഞു? ഇൻട്രൂഡർ അല്ല എന്ന് പറഞ്ഞു. ആരാന്ന് പറഞ്ഞു? ഓതറൈസ്ഡ് യൂസർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അത് അയാൾ ആയിരുന്നു, ഇൻട്രൂഡർ ആയിരുന്നു. അപ്പൊ നെഗറ്റീവ് ആണ് കാണിച്ചത്, ഇൻട്രൂഡർ അല്ലെന്നാണ് കാണിച്ചത്, പക്ഷേ അയാൾ ആരായിരുന്നു? ഇൻട്രൂഡർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തോ വരും? അത് ഫോൾസ് നെഗറ്റീവ്. അങ്ങനെ ഫോൾസ് പോസിറ്റീവ്സും ഫോൾസ് നെഗറ്റീവ്സും നമുക്ക് എവിടെ വരാൻ ചാൻസ് ഉണ്ട്? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് രണ്ട് മെയിൻ രീതിയിലാണ് നമ്മൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ, രണ്ട് റൂൾ ബേസ്ഡ് ഡിറ്റക്ഷൻ. സിമ്പിൾ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ, അനോമലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെഗുലർ പാറ്റേണിൽ നിന്ന് വരുന്ന ചേഞ്ചിനെയൊക്കെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? അനോമലി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റെഗുലർ യൂസേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് യൂസേഴ്സ് സാധാരണ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഡേറ്റ, അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഡേറ്റയിൽ അനലൈസ് ചെയ്തിട്ട് ഓരോ ഓതറൈസ്ഡ് യൂസേഴ്സിനെ പറ്റി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഒരു ഡേറ്റ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇൻട്രൂഡർ വരുമ്പോൾ അയാളുടെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഓൾറെഡി ഓതറൈസ്ഡ് യൂസേഴ്സിന്റെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നതുമായിട്ട് ഒരുപാട് ഡിഫറൻസ് കാണാം. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കാം? ഇത് ഇൻട്രൂഡർ ആണോ അതോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന അനലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പുതിയതായിട്ട് വന്ന ആള് ഇൻട്രൂഡർ ആണോ അതോ ഓതറൈസ്ഡ് യൂസർ ആണോ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ലെജിറ്റിമേറ്റ് യൂസർ ആണോ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. അത് രണ്ട് രീതി നമ്മൾ ചെയ്യാറുണ്ട്. ത്രെഷോൾഡ് ഡിറ്റക്ഷൻ, പ്രൊഫൈൽ ബേസ്. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ലെവൽ ഉണ്ട്, ആ ലെവലിൽ മേളിൽ പോവുകയാണെങ്കിലാണ് ആ ലെവൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ്. ഇതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ത്രെഷോൾഡ്സ് ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നമ്മുടെ സിസ്റ്റത്തിൽ കയറി, യൂഷ്വലി ഞാൻ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അവിടെ ഞാൻ വേർഡ് ഫയൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു 10 തവണയിൽ വേർഡ് ഫയൽ യൂസ് ചെയ്യും. ഒരു 5 തവണ എൻ്റെ സിസ്റ്റം ആണെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഒരു 50 തവണ യൂഷ്വലി ഞാൻ എൻ്റെ വെബ് ബ്രൗസർ ഓൺ ആക്കി എന്തെങ്കിലും വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ യൂഷ്വൽ വർക്ക് എന്ന് വിചാരിച്ചു. ഒരു ഇൻട്രൂഡർ എൻ്റെ സിസ്റ്റത്തിൽ കയറുവാണെങ്കിൽ അയാൾ ഈ രീതിയിലൊന്നും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ പറയുവാണ് ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ വെബ് ബ്രൗസർ ചിലപ്പം ഡെയിലി 10 തവണ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യത്തുള്ളൂ. ഒരു ഇൻട്രൂഡർ കയറിയിട്ട് ഒരു 10-50 തവണ ഉപയോഗിക്കാറുണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാനൊരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യാണ്. 15 എന്റെ ത്രെഷോൾഡ് എങ്കിൽ യൂഷ്വലി ഞാൻ 15 താഴെ ഉപയോഗിക്കുള്ളൂ. ഒരു ഇൻട്രൂഡർ വന്ന് അതിൽ കൂടുതൽ ഉപയോഗിക്കുവാണെങ്കിൽ അത് ആരാന്ന് ഡിറ്റക്ട് ചെയ്യാം? ഇൻട്രൂഡർ ആണെന്ന് ഡിറ്റക്ട് ചെയ്യാം. പക്ഷെ അവിടെയും പ്രശ്നം, ഞാൻ തന്നെ വേണമെങ്കിലും 15 കൂടുതൽ ഉപയോഗിക്കാം. അവിടെയാണ് എന്തോ വരുന്നത്? ഫോൾസ് പോസിറ്റീവ് ഫോൾസ് നെഗറ്റീവ് കണ്ടീഷൻ വരിക. മനസ്സിലായോ? അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും ത്രെഷോൾഡ് സെറ്റ് ചെയ്തിട്ട് ആ ത്രെഷോൾഡിന്റെ മേളിൽ പോവോ താഴെ വരുമോ എന്നുള്ള അനുസരിച്ച് ഇൻട്രൂഡർ ആണോ അതോ ലെജിറ്റിമേറ്റ് യൂസർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ. ഇനി വേറൊരെണ്ണെന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ ബേസ്ഡ്. അതെന്ന് പറയുന്നത് നമ്മൾ ഓരോ യൂസറിന്റെയും ഇതുപോലെ അനാലിസിസ് നടത്തിയിട്ട് ഓരോ യൂസറിനും ഓരോ ലെജിറ്റിമേറ്റ് യൂസറിനും നമ്മൾ ഓരോ പ്രൊഫൈൽ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന രീതി വെച്ചിട്ട് ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ പുതിയതായിട്ട് വരുന്ന ഒരാൾ യൂസ് ചെയ്യുമ്പോൾ അയാളുടെയും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. ഈ രണ്ട് പ്രൊഫൈലുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ
നമ്മൾ എന്തോന്ന് പറയും, ഇൻട്രൂഡ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് യൂസർ ആണെന്ന് പറയുകയും ചെയ്യുന്ന കൺസെപ്റ്റിനാണ് നമ്മൾ എന്തോ പേര് വിളിക്കുന്നത്, പ്രൊഫൈൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഏതിന്റെ കൺസെപ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ്റെ 2 മെത്തേഡുകൾ. ഇനി ഇത് കൂടാതെ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാണ് റൂൾ ബേസ്ഡ് ഡിറ്റക്ഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. അതായത് ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ഇന്ന ഫയൽസ് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ഇന്ന ബ്രൗസർ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റത്തിന്റെ ഇന്ന ഫംഗ്ഷനാലിറ്റീസ് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കുറെ റൂൾസ് ഞാൻ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്, സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആ റൂൾസിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ടുള്ള ലെജിറ്റിമേറ്റ് യൂസർ ആണെങ്കിൽ ഞാനത് എന്ത് ചെയ്യത്തില്ല, വയലേറ്റ് ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു റൂൾസിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുവാണെങ്കിൽ, ഒരു അനോമലി അവിടെ വരുവാണെങ്കിൽ എന്തുവാണ് അത്, നമുക്ക് അതാരാ, ഒരു ഇൻട്രൂഡറാ. അപ്പൊ ആ ബേസിലുള്ള ഡിറ്റക്ഷൻ ആണ് റൂൾ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം. മനസ്സിലായോ? ഇനി അതും കൂടാതെ റൂൾസ് വെച്ചിട്ട് നമുക്ക് റൂൾസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ടും ഡിറ്റക്ട് ചെയ്യാം. അതല്ലാതെ ഒരു എന്താ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ, നിങ്ങളുടെ സിസ്റ്റം നിങ്ങളൊരു ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ കോളേജിൽ ബ്ലോക്ക്ഡ് ആണ്, അത് കയറാൻ പാടില്ല. പക്ഷെ നിങ്ങൾ അതിൽ കയറാൻ ശ്രമിക്കുന്നു, നിങ്ങളത് കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരം നിങ്ങളുടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്കോ ഒരു എക്സ്പേർട്ടിനോ അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അയാൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇൻട്രൂഡർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഏതിന്റെ കൺസെപ്റ്റ് വരിക, റൂൾ ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ വരിക. ഇനി ഈ മേളിൽ പറഞ്ഞ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ ആയാലും അതിനകത്ത് വരുന്ന ത്രെഷോൾഡും പ്രൊഫൈലും ആയാലും റൂൾ ബേസ്ഡ് ആയാലും ഇതൊക്കെ ചെയ്യണമെങ്കിൽ വി നീഡ് ഡേറ്റ. അതിപ്പോൾ ലെജിറ്റിമേറ്റ് യൂസർ യൂസ് ചെയ്യുന്നതായാലും നമ്മുടെ ഇൻട്രൂഡർ യൂസ് ചെയ്യുന്നതായാലും ഇവർ യൂസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന് അല്ലെങ്കിൽ രീതിയാണ് ഓഡിറ്റ് റെക്കോർഡ്. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിൽ കയറി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് റെക്കോർഡ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് റെക്കോർഡാണുള്ളത്, ഓഡിറ്റ് റെക്കോർഡ്സ് ആണുള്ളത്. നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സും ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താണ് ഓഡിറ്റ് റെക്കോർഡ്? അതായത് ഒരു യൂസർ ഒരു സിസ്റ്റത്തിൽ കയറി കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചു, ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആര് ചെയ്തു, എപ്പോ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന റെക്കോർഡാണ് ഓഡിറ്റ് റെക്കോർഡ്. ബേസിക്കലി പറയുകയാണെങ്കിൽ സബ്ജക്ട് ആര് ചെയ്തു, ആക്ഷൻ എന്ത് ചെയ്തു, ഓബ്ജക്ട് എവിടെ ചെയ്തു, പിന്നെ എന്ത് റിസോഴ്സ് ഉപയോഗിച്ചു. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ CPU എന്ത് മാത്രം ഉപയോഗിച്ചു, GPU എന്ത് മാത്രം ഉപയോഗിച്ചു, നമ്മുടെ റാം എന്ത് മാത്രം ഉപയോഗിച്ചു, ബസ്സുകൾ എന്ത് ഉപയോഗിച്ചു, അങ്ങനെയുള്ള എന്ത് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് എപ്പോ ഉപയോഗിച്ചു, എപ്പോ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആര് എന്ത് എവിടെ എന്തുപയോഗിച്ച് എപ്പോ ചെയ്തു, അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തോ, എക്സെപ്ഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെക്കുന്ന റെക്കോർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് റെക്കോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ചെയ്ത് നമ്മൾ ഇതെല്ലാ സാധനങ്ങളും എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചോണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഓഡിറ്റ് റെക്കോർഡ് ഉണ്ട്. ഈ ഓഡിറ്റ് റെക്കോർഡ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഏതിന്റെ കൺസെപ്റ്റ്, ഓഡിറ്റ് റെക്കോർഡിന്റെ കൺസെപ്റ്റ്. ഇനി ഈ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിലും ഡിഫോൾട്ടായിട്ട് മാനുഫാക്ചറർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ OS തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഓഡിറ്റ് റെക്കോർഡാണ് ഏത്, നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അത് മാനുഫാക്ചറർ അല്ലെങ്കിൽ OS തന്നെ ഡിറ്റർമൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓഡിറ്റ് റെക്കോർഡാണ് ഏത്, നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്. അതിനകത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. അത് കൂടാതെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിറ്റക്ട് ചെയ്യാനോ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനോ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓഡിറ്റ് റെക്കോർഡ് വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം. ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് അയാളുടെ നെറ്റ്വർക്കിലോ അയാളുടെ സിസ്റ്റത്തിലോ ആവശ്യമുള്ള സാധനം മാത്രം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഓഡിറ്റ് റെക്കോർഡ്സ് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്യുന്ന റെക്കോർഡ്സിന് വിളിക്കുന്ന പേരാണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ്. ഇത് തമ്മിലുള്ള ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. പക്ഷെ ആ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാണും, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എവിടെ കാണും. ബേസിക്കലി എല്ലാവർക്കും കോമണാ, എല്ലാ സിസ്റ്റത്തിലും കോമൺ ആയിട്ട് മാനുഫാക്ചർ ഉണ്ടാക്കി വിടുന്ന സാധനമാണ്. അപ്പൊ അതില് നമുക്ക് ആ പർട്ടിക്കുലർ യൂസറിന് ആവശ്യമുള്ള ഓഡിറ്റ് റെക്കോർഡും കാണും, ഡീറ്റെയിൽസും കാണും, ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസും കാണും. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത കൂടെ കൂടി കഴിഞ്ഞ് കിടക്കുക. പ്ലസ് നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ചിലപ്പോൾ കണ്ടെന്നും വരുന്നില്ല. നമ്മുടെ
യൂസേജിനനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള പല സാധനങ്ങളും ഇവിടെ കാണണമെന്നില്ല, നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡിൽ കാണണമെന്നില്ല. പക്ഷെ ഡിറ്റക്ഷൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ഓഡിറ്റ് റെക്കോർഡാണ്. അപ്പൊ അവിടെ എന്ത് കാണത്തേ ഉള്ളൂ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്ത് കാണത്തില്ല? എക്സ്ട്രാ സാധനങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ അതിന്റെ ദോഷം എന്തുവാണ്? നമ്മുടെ ഓൾറെഡി സിസ്റ്റത്തിൽ ഒരു നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ് ഉണ്ട്. അത് കൂടാതെ നമ്മളൊരു എക്സ്ട്രാ ഓവർ ഹെഡ് എടുത്ത് രണ്ടാമത് വേറൊരു സാധനം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പുതിയൊരു സാധനം കൂടെ നമ്മുടെ സിസ്റ്റത്തിന് പണി കൊടുക്കുകയാണ് ഇത് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്. കാരണം ഓൾറെഡി അത് എന്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടാണ് അത് എന്ത് ചെയ്യുന്നത്? ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ് കൂടെ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു ഓവർ ഹെഡിൽ എക്സ്ട്രാ ഒരു വർക്കാണ് ആർക്ക് സിസ്റ്റത്തിന് ഏത് ചെയ്യുവാണെങ്കിലാ ഡിറ്റക്ഷൻ സ്പെസിഫിക്. പക്ഷെ ഗുണം എന്തുവാ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും, അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രമേ അത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. നേറ്റീവിന്റെ കേസിൽ എന്തുവാണ്? എക്സ്ട്രാ ഓവർ ഹെഡ് ഒന്നും ഇല്ല, മാനുഫാക്ചറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ ദോഷം എന്തുവാണ്? നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങൾ ചിലപ്പോൾ കാണണമെന്നില്ല, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് വരാം. ഇതൊക്കെയാണ് ഇതിന്റെ കൺസെപ്റ്റ്, നേറ്റീവും ഡിറ്റക്ഷനും. ഈ ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്ന സാധനം ഒരു 5 മാർക്സിന് മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി നമ്മുടെ ഇതിനല്ല, നിങ്ങളുടെ KTUവിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഒരു വർഷം തന്നെ ആയുള്ളൂ. മറ്റേ MGക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, 5 മാർക്സിന് ആ റേഞ്ചിൽ ചോദിക്കുന്നതാണ് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ അത് ഹോപ്പ്ഫുള്ളി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഓഡിറ്റ് റെക്കോർഡ് എന്താണെന്നുള്ളതും അനാമലി ഡിറ്റക്ഷന്റെ കൺസെപ്റ്റ്. പിന്നെ നിങ്ങളുടെ ഇതിനകത്തുള്ള എന്താണ്, ഓക്കെ, അത് മനസ്സിലായി. ശരി, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ തന്നെയാണ്. ഒരു നെറ്റ്വർക്കിൽ നമുക്ക് എങ്ങനെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നടത്താം എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ്. ഫോർ എക്സാമ്പിൾ, ഈ പടം നോക്കുക. ഇതൊരു നെറ്റ്വർക്കാണ്. നമുക്ക് ഇതൊരു ലാന്, ഇതൊരു സിസ്റ്റം വെച്ചോ. ഇത് ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇതിനെ പലതും തമ്മിൽ നമ്മൾ എന്തുപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു വാൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. വാൻ എന്ന് എന്താ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതെല്ലാം പല സിസ്റ്റംസാണ്. ഇതും ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റംസാണ്. അപ്പൊ ഈ ഓരോ സിസ്റ്റത്തിനെയും ആര് മോണിറ്റർ ചെയ്യണം? ഒരു സിസ്റ്റം അഡ്മിനോ ആൾക്കാരോ ഈ നെറ്റ്വർക്കിനെ ഫുള്ള് മോണിറ്റർ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഇൻട്രൂഷൻ വരുവാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ ഡിസ്ട്രിബ്യൂട്ടഡിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തുവാ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ? എന്തുവാ? എല്ലായിടത്തും പരന്നു കിടക്കുന്ന രീതിയിലുള്ള ഡിറ്റക്ഷൻ സിസ്റ്റം. അതിനല്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാം? ഓരോ സെപ്പറേറ്റ് ഹോസ്റ്റിലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം സെറ്റ് ചെയ്യാം. അതായത് ഇതിലൊരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, ഇതിലൊരെണ്ണം സെപ്പറേറ്റ് ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം വേണമെങ്കിലും വെക്കാം. പക്ഷെ അത് ഇരട്ടി പണിയല്ലേ? കാരണം ഒരാൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല, പകരം ഓരോരുത്തരായിട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് പണിയാ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തുവാണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ സിസ്റ്റത്തിലും ഒരു മോഡ്യൂൾ കാണും, വിച്ച് ഈസ് കോൾഡ് ദി ഏജന്റ് മോഡ്യൂൾ. നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ സിസ്റ്റത്തിലും വിൽ ഹാവ് എ മോഡ്യൂൾ കോൾഡ് ഏജന്റ് മോഡ്യൂൾ. ഈ ഏജന്റ് മോഡ്യൂൾ ഈ പറഞ്ഞ ഓഡിറ്റ് റെക്കോർഡും സാധനങ്ങളും എല്ലാം കളക്ട് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ആർക്ക് അയച്ചു കൊടുക്കും? നമ്മുടെ സെൻട്രൽ മാനേജർക്ക് അയച്ചു കൊടുക്കും. അത് ഈ ലാനും എല്ലാം ത്രൂ എ റൂട്ടർ, ത്രൂ വാൻ ആർക്ക് അയച്ചു കൊടുക്കും? സെൻട്രൽ മാനേജർക്ക് അയച്ചു കൊടുക്കും. അപ്പം കമ്പയർ ചെയ്യുന്നതും ഇൻട്രൂഡർ ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം ആരായിരിക്കും? ഈ സെൻട്രൽ മാനേജർ ആയിരിക്കും. ഡേറ്റ കളക്ട് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് സെൻട്രൽ മാനേജർ പറയുന്നതനുസരിച്ച് തിരിച്ചുള്ള ആക്ഷൻസ് ചെയ്യുകയൊക്കെ മാത്രമാണ് ആരുടെ ജോലി? ഏജന്റ് മോഡ്യൂളിന്റെ ജോലി. ബാക്കി തീരുമാനങ്ങൾ എടുക്കുന്നത് മൊത്തം എവിടെയായിരിക്കും? പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത് എവിടെയായിരിക്കും? സെൻട്രൽ മാനേജറിൽ. അല്ലാതെ ഓരോ യൂണിറ്റിലും ഓരോ ഹോസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രോസസ്സിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളും ചെയ്യുന്നില്ല. മനസ്സിലായോ? അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ റെക്കോർഡ്സ് കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ആ ഇൻഫർമേഷൻ എല്ലാം ആർക്ക് പാസ് ചെയ്യുക? നമ്മുടെ സെൻട്രൽ മാനേജർക്ക് പാസ് ചെയ്യുക. ആ സെൻട്രൽ മാനേജർ അതെല്ലാം പ്രോസസ് ചെയ്തിട്ട് ഇൻട്രൂഡറിനെ ഐഡന്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്തിട്ട് അതിന് തിരിച്ചുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യുമ്പോൾ അത് തിരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതും കൂടെ ആരായിരിക്കും? ഏജന്റ് മോഡ്യൂൾ. ഇതാണ് ഈ പടം കൂടെ പഠിച്ചോളൂ. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കിയാൽ മതി. ശരി, ഇനി ഇതിന്റെ കൂടെ തന്നെ ജസ്റ്റ് പറയേണ്ട ഒരു സാധനമാണ് ഹണി പോട്ട്. ഹണി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാ. എന്തോ ഹണി പോട്ടിന്റെ മലയാളം ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് തേന്റെ കുടം, തേൻ വെച്ചിട്ടുള്ള കുടം. സിമ്പിളാണ്. ഞാനിപ്പോ ഒരു എന്റെ വീട്ടില് എനിക്ക് ഒരു മുട്ടായി ഞാൻ കൊണ്ട് വെച്ചേക്കുക. അപ്പൊ അത് ഉറുമ്പ് കയറാൻ പാടില്ലെന്ന് വിചാരിക്കാം. ഇപ്പോൾ തുറന്നുകൊണ്ട് വെച്ചേക്കുക. അത് ഉറുമ്പ് കയറാൻ ചാൻസ്, ഞാൻ പൊതിഞ്ഞൊക്കെ വെച്ചേക്കുവാണ്. പക്ഷെ ഉറുമ്പ് ഇപ്പൊ അത് മാത്രം അവിടെ ഇരിക്കുവാണെങ്കിൽ ഉറുമ്പ് വന്ന് കയറും, എങ്ങനെയെങ്കിലും കയറാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷേ ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു പൊതിഞ്ഞ് വെച്ചേക്കുന്ന മുട്ടായി ഇരിപ്പുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു പൊതിയാതൊരു മുട്ടായി കൂടെ കൊണ്ടുവച്ചാൽ
ഒന്നും ചെയ്യാതെ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മുട്ടായും കൂടെ തൊട്ടപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുമ്പുകൾ വന്ന് ഏതെടുക്കുള്ളൂ? ഈ പൊതിഞ്ഞെടുക്കോ പൊതിയാത്തെടുക്കുമോ? പൊതിയാത്തല്ലേ എടുക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാ? കാരണം അവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്, സെയിം അവർക്ക് കിട്ടുന്നുണ്ട്, അവർ വിചാരിക്കും അസന്തോഷം പോയി എടുക്കും. ഈ സെയിം സാധനം നമുക്ക് നെറ്റ്വർക്കിങ്ങിൽ ഉപയോഗിക്കാം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സിസ്റ്റം ഒരു സെക്യൂർ നെറ്റ്വർക്കിൽ കിടക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഉള്ള ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് വിർച്വൽ ആയിട്ടോ എങ്ങനെയെങ്കിലും ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അധികം സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ, എന്നാൽ അതിനകത്ത് കുറെ ഡേറ്റയൊക്കെ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്ത് വേറൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡീകോയ്, അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മെയിൻ സിസ്റ്റത്തിന്റെ നെറ്റ്വർക്കിന്റെ അടുത്ത് ഒരു ഡീകോയ് നെറ്റ്വർക്ക് കൂടെ ഉണ്ടാക്കി വെക്കും. സച്ച് ദാറ്റ് എന്തുകൊണ്ട് അതിന് വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ല, അതിനകത്ത് ഇമ്പോർട്ടന്റ് ഡേറ്റ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് ഡേറ്റ ഒക്കെ വെച്ചൊരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് അങ്ങ് വെക്കുക. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഹാക്കർ വരുമ്പോൾ അയാൾ എന്താണ് സെക്യൂരിറ്റി കൂടുതലുള്ളൊരു ഇതിനകത്തോട്ട് പോവോ, അതോ സെക്യൂരിറ്റി വലിയായിട്ട് സെക്യൂരിറ്റി ഇല്ല എന്നാൽ ഇമ്പോർട്ടന്റ് ഡേറ്റ ഉണ്ടെന്ന് തോന്നിക്കുന്നതിനകത്തോട്ട് പോവോ? ഈ തോന്നിക്കുന്നതിനകത്തോട്ടല്ലേ മെയിനായിട്ട് ആദ്യം പോകുന്നത്. അപ്പൊ അയാള് നമ്മുടെ മെയിൻ നെറ്റ്വർക്കിലേക്ക് കയറുന്നതിന് പകരം അയാൾ ഏതിനകത്തോട്ട് കയറും? നമ്മൾ ഉണ്ടാക്കി വെച്ച ഡീകോയ് അല്ലെങ്കിൽ വിർച്വൽ നമ്മൾ അവരെ കളിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതിനകത്തോട്ട് കയറും. ആ കളിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന നെറ്റ്വർക്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹണിപോട്ട്. അപ്പൊ അതിനകത്തോട്ട് കയറും. അപ്പൊ അതിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒറിജിനൽ നെറ്റ്വർക്ക് സേഫ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. രണ്ട്, ഇയാൾ ഈ കയറി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ കയറി, എപ്പോൾ കയറിയിട്ട് എന്ത് ചെയ്തു, എന്തൊക്കെ ഡേറ്റ എടുക്കാൻ നോക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന്, നമ്മുടെ ഡേറ്റ പോകുന്നില്ല, സെക്യൂരിറ്റി അപ്പുറത്തെ വേറെ നെറ്റ്വർക്ക് കിടപ്പുണ്ട്. രണ്ട്, ഈ കയറിയ ആൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല, അയാൾ ഡേറ്റ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യുകയും ആ ഇൻട്രൂഡറെ നമുക്ക് ആരാന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അയാൾ എങ്ങനെ കയറി എന്നൊക്കെ മനസ്സിലാക്കി ഇനി കയറാതിരിക്കാനുള്ള മെത്തേഡുകൾ കാണിച്ചുകയും പ്രിവെൻഷന് വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുകയും ഡേറ്റ കളക്ട് ചെയ്യും ഒക്കെ നമുക്ക് ഏതുകൊണ്ട് സാധിക്കും? ഈ ഒരു ടെക്നിക്ക് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഹണി പോട്ട് എന്നുള്ള ടെക്നിക്ക് വിളിക്കുന്നത്. അല്ലെങ്കിൽ തേനിന്റെ കുടം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സാധനത്തിന്റെ അടുത്ത് തേനിന്റെ ഒരു കുടം കൊണ്ടുവച്ചാൽ ആൾക്ക് അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സ് അത് ഏതിലോട്ടേ പോകത്തുള്ളൂ, ഈ ഹണി പോട്ടിലോട്ടേ പോകുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്, അത് പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത് കാണിച്ചിരിക്കുന്നത്. എന്ത്? ഹണി പോട്ട് എന്നുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഇനിയുള്ള രണ്ട് ടോപ്പിക് എന്നാൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എക്സ്ചേഞ്ച് ഫോർമാറ്റും പാസ്വേഡ് മാനേജ്മെന്റും ആണ്. അത് അങ്ങനെ ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു തവണയും കണ്ട് 5 മാർക്സിന് പാസ്വേഡ് മാനേജ്മെന്റും IDEF ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എക്സ്ചേഞ്ച് ഫോർമാറ്റും രണ്ടോടും ചോദിച്ച് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതി അങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങളത് ഇനിയിപ്പം എന്താ പറയാ, ഒരുപാട് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ട, ബാക്കി ടോപ്പിക്സിന് കൊടുക്കുക. ഒരു വട്ടം ഇത് ആകെപ്പാടെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ പാസ്വേഡ് മാനേജ്മെന്റും എക്സ്ചേഞ്ച് ഫോർമാറ്റും ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് അങ്ങ് സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ മതി.